കൊപ്പത്തിന് പൊൻതിളക്കമേകി 2 പതിറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി ഗ്രാൻഡ് അക്ഷര ഗോൾഡൻ ഡയമണ്ട്സ്, പട്ടാമ്പി റോഡ്, കൊപ്പം. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ആര്യാടൻ ഷൗക്കത്ത് UDF നേതാക്കളെല്ലാം പ്രവചിച്ച പോലെ മികച്ച വിജയം നേടിയിരിക്കുന്നു. CPM-ന്റെ കരുത്തനായ M. സ്വരാജിനെയാണ് പരാജയപ്പെടുത്തിയത്. അതുകൂടാതെ അവിടെ മത്സരിച്ച PV അൻവർ അദ്ദേഹത്തിന് എടുത്ത രാഷ്ട്രീയ നിലപാട് ശരിയായിരുന്നുവെന്ന് ജനങ്ങൾ തീരുമാനിച്ചതുപോലെയാണ് അദ്ദേഹവും നല്ല രീതിയിൽ വോട്ട് പിടിച്ചിട്ടുണ്ട്. നമ്മോടൊപ്പം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നജീബ് കാന്തപുരം MLA പറഞ്ഞിരുന്നു ഉറപ്പായിട്ടും UDF നിലമ്പൂർ പിടിക്കുമെന്ന്. നമ്മോടൊപ്പം വീണ്ടും നജീബ് കാന്തപുരം MLA ഉണ്ട്. ഈ ആര്യാടൻ്റെ ഈ വലിയ വിജയം, അതായത് UDF-ന്റെ ഈ 2026 നിയമസഭാ പ്രവേശനത്തിനോട് തുടക്കമാണെന്ന് താങ്കൾ പറഞ്ഞിരുന്നു. ആ തുടക്കം തന്നെയായി മാറിയോ ഈ തെരഞ്ഞെടുപ്പ് വിജയം? തീർച്ചയായിട്ടും. നമുക്കെല്ലാവർക്കും അറിയാലോ, 10,000-ന്റെ മീതെ ആര്യാടൻ ഷൗക്കത്ത് വിജയിക്കുകയാണെങ്കിൽ അത് അതിശക്തമായ ആൻറ്റി ഇൻകുംബൻസിയുടെ അടയാളമാണ്. പിണറായി വിജയൻ്റെ സർക്കാരിനെതിരായിട്ടുള്ള ജനരോഷത്തിൻ്റെ അടയാളമാണ് എന്ന് അന്ന് ഞാൻ പറഞ്ഞു വെച്ചതാണ്. ഇന്നത്തെ ഏറ്റവും വലിയ സന്തോഷം, എനിക്ക് ചുമതല ഉണ്ടായിരുന്നത് അമരമ്പലം പഞ്ചായത്താണ്. ഇടതുപക്ഷത്തിന് കാലാകാലങ്ങളായി മേൽക്കൈ ഉണ്ടായിരുന്നൊരു പഞ്ചായത്താണ്. ആ പഞ്ചായത്തിൽ ഞങ്ങളുടെ ഒരു കൂട്ടായ പ്രവർത്തനം, മഹേഷ് MLA ഉണ്ടായിരുന്നു, PM സാദിഖലി ഉണ്ടായിരുന്നു, PK നവാസ് ഉണ്ടായിരുന്നു, AK നാസർ മാഷ് നമ്മുടെ പെരിന്തൽമണ്ണക്കാരനായിട്ടുള്ള, അതുപോലെ ദളിത് ലീഗിൻ്റെ വിജയനുണ്ടായിരുന്നു. ഞങ്ങളൊക്കെ ഒരുമിച്ചാണ് പ്രവർത്തിച്ചത്. അവിടെ മറ്റൊരു രസകരമായ കാര്യം കൂടിയുണ്ട്. ഞങ്ങളുടെ അപ്പുറത്ത് ചുമതല ഉണ്ടായിരുന്നത് പെരിന്തൽമണ്ണ AC ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ തമ്മിൽ തന്നെ ആയിരുന്നു അവിടെ പ്രവർത്തന രംഗത്തുണ്ടായിരുന്നത്. അപ്പോൾ പെരിന്തൽമണ്ണയിലെ CPM-ന്റെ പ്രവർത്തകരാണ് CPM-ന് വേണ്ടി പ്രവർത്തിച്ചത്. പെരിന്തൽമണ്ണ MLA എന്നൽക്ക് ഞാനും അതുപോലെ നാസർ മാഷും ദളിത് ലീഗിൻ്റെ വിജയനും അടക്കമുള്ള ഒരു ടീമാണ് ഞങ്ങൾ ഇപ്പുറത്ത് പ്രവർത്തിച്ചത്. അപ്പോൾ കാലാകാലം LDF-ന് ഭൂരിപക്ഷം ഉണ്ടായിരുന്ന അമരമ്പലത്ത് ഇന്ന് മറ്റു പഞ്ചായത്തുകളെ അപേക്ഷിച്ച് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞു. അവിടെ 715 വോട്ടിൻ്റെ ലീഡ് ഉയർത്തുക എന്ന് പറയുന്നത് ഒരു വലിയ ടാസ്ക്കായിരുന്നു. അത് ജനവിശ്വാസം ആർജിച്ചുകൊണ്ട് നമുക്ക് നേടാൻ കഴിഞ്ഞു. 2 കാര്യങ്ങളാണ്. ഒന്ന്, മനുഷ്യരൊരിക്കലും അഹങ്കാരം പൊറുപ്പിക്കില്ല എന്നുള്ളതാണ്. ഈ തെരഞ്ഞെടുപ്പ് വിധി ധാർഷ്ട്യത്തിനും അഹങ്കാരത്തിനും തൻപോരിമയ്ക്ക് എതിരായിട്ടുള്ള ജനങ്ങളുടെ വിജയമാണ്. കാരണം പിണറായി വിജയൻ്റെ ആറ്റിറ്റ്യൂഡ്, അല്ലെങ്കിൽ CPM നേതാക്കളുടെ ആറ്റിറ്റ്യൂഡ്, ഞങ്ങളുടെ എതിർ സ്ഥാനാർത്ഥിയായി മത്സരിച്ചിരുന്ന ആളുടെ ആറ്റിറ്റ്യൂഡ്, അത് ജനം മാനിക്കുന്നേയില്ല. ജനങ്ങൾക്ക് ആവശ്യം ഒരു ജനപ്രതിനിധി എന്ന് പറയുന്നത് ജനങ്ങളുടെ ഹൃദയത്തിൽ ജീവിക്കുന്ന ഒരാളായിരിക്കണം. അയാളെ ഭയപ്പെട്ട് ജീവിക്കുന്നതല്ല. ഇപ്പോൾ ജനങ്ങൾ പിണറായിയെ ഭയപ്പെടണമെന്നാണ് CPM പറയുന്നത്. അല്ലെങ്കിൽ പിണറായി കൊണ്ടുവരുന്ന ഒരു ആശയം ഒരു വളരെ വിദൂരത്ത് നിൽക്കുന്ന ഒരു പ്രതീതിയാണ്. ഒരിക്കലും ജനങ്ങളോടൊപ്പം നിൽക്കുന്ന പ്രതീതിയല്ല. അങ്ങനെ ഒരാളെയും ജനം ഉൾക്കൊള്ളില്ല. ഇത് 100% ഞാൻ ഉറപ്പിച്ചു പറയാം. 2026 അതിശക്തമായ ഒരു കൊടുങ്കാറ്റായി UDF തിരിച്ചു വരും. UDF-ൻ്റെ ഭരണം ജനങ്ങൾക്ക് വേണ്ടി നിർവഹിക്കാൻ സാധിക്കുകയും ചെയ്യും. ഒരു കാര്യം ചോദിക്കുക, PV അൻവർ എടുത്ത നിലപാട്, അദ്ദേഹം സ്വീകരിച്ച പല കാര്യങ്ങളും ജനങ്ങൾ സ്വീകരിച്ചു എന്നാണോ അദ്ദേഹത്തിന് ലഭിച്ച വോട്ടുകളിൽ നിന്ന് മനസ്സിലാവുന്നത്? അല്ല, PV അൻവർ ഒരിക്കലും അവഗണിക്കാൻ പറ്റിയ ഒരാളല്ല എന്നുള്ളത് നേരത്തെ തന്നെ ഞാൻ പല മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ട്. കാര്യം, അദ്ദേഹം ഉയർത്തിയ നിലപാടുകൾക്കൊരു വോട്ടുണ്ട്. അദ്ദേഹം ഉയർത്തിയ നിലപാടുകൾ വളരെ പ്രസക്തമാണ്. പിന്നെ ഞങ്ങൾ തമ്മിൽ UDF-ൽ അദ്ദേഹം വരാൻ സാധിക്കാതെ പോയത്, അല്ലെങ്കിൽ ആ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ 2ആയി മത്സരിക്കാനുള്ള സാഹചര്യം ഉണ്ടായതൊക്കെ അൻവർ എടുത്ത നിലപാടുകളുടെ പ്രശ്നമാണ്. എന്നാൽ അൻവർ ഉയർത്തിയ ആ പ്രശ്നങ്ങൾ അത് വളരെ സമഗ്രമായി കേരളം ഉയർത്താൻ ആഗ്രഹിച്ച പ്രശ്നങ്ങളാണ്. പിണറായിസത്തിനെതിരായിട്ടാണല്ലോ അൻവർ നിലകൊണ്ടത്. അപ്പോൾ പിണറായിസത്തിന് കേരളത്തിൽ ഇത്ര വലിയ വോട്ടുണ്ട് എന്നുകൂടി അൻവർ നിശ്ചയിക്കുകയാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിലമ്പൂർ തെരഞ്ഞെടുപ്പിന് ഫലത്തിന് 2 ഇമ്പാക്റ്റ് ഉണ്ട്. ഒന്ന്, ജനം UDF-നൊപ്പാണ്, ജയിക്കേണ്ടത് UDF-ആണ്. അതോടൊപ്പം തകരേണ്ടത് പിണറായിസമാണ് എന്നതിന് UDF-ന് വോട്ട് ചെയ്ത് ജയിപ്പിക്കുകയും അൻവറിനെ നിരാശപ്പെടുത്താതിരിക്കുകയും ചെയ്യുക വഴി ജനങ്ങൾ ചെയ്തു എന്ന് പറഞ്ഞാൽ ഇതൊരു പൊളിറ്റിക്കലായിട്ടുള്ള CPM-നോടുള്ള ഒരു വലിയ മെസ്സേജാണ്. CPM-ൻ്റെ ആറ്റിറ്റ്യൂഡിനോടുള്ള മെസ്സേജാണ്. ജനങ്ങൾ ആഗ്രഹിക്കുന്ന ജനവിധി, അല്ലെങ്കിൽ ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു സർക്കാർ എങ്ങനെയായിരിക്കണം എന്നതിൻ്റെ മെസ്സേജാണ്. ഏതായാലും UDF നേതാക്കളെല്ലാം വലിയ ആഘോഷത്തിലാണ്, ആവേശത്തിലാണ്. 2026 നിയമസഭയിലേക്ക് UDF-ന്റെ ആവേശത്തോടു കൂടിയുള്ള, ആഘോഷത്തോടു കൂടിയുള്ള ഒരു പ്രവേശനത്തിനുള്ള തുടക്കമാണ് നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് വിജയമെന്ന്
നജീബ് കാന്തപുരം MLA പറയുന്നു. അതുകൂടാതെ PV അൻവർ ഉയർത്തിയ നിലപാട്, അദ്ദേഹത്തിൻ്റെ വാദങ്ങളെല്ലാം ജനങ്ങൾ അംഗീകരിച്ചു എന്നുകൂടി ഈ തെരഞ്ഞെടുപ്പ് വ്യക്തമാക്കുന്നുണ്ട് എന്നുകൂടി അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നുണ്ട്. ക്യാമറാമാൻ ബിനുവിനൊപ്പം ജബ്ബാർ വേണാട്ട്, നില 24 ലൈവ്.